പരിശുദ്ധ ബാബാതിരുമേനോടൊപ്പം അഭിനന്ദരായ പിതാക്കന്മാർ, വന്ദരായ പാറബിസ്കോപ്പമാർ, വന്ദരായ റംബാച്ചന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ തുടങ്ങിയ പൗരോഹിത്യ സ്ഥാനക്രമത്തിലെ വിവിധ സ്ഥാനികൾ അനുഗ്രഹീതമായി പങ്കെടുക്കുകയുണ്ടായി. എല്ലാവരോടുമുള്ള സ്നേഹവും കൃതജ്ഞതയും അറിയിക്കുന്നു. ഗാനങ്ങൾക്ക് നേതൃത്വം നൽകിയ വൈദിക സെമിനാരി പ്രൊഫസർ ഡോക്ടർ എം പി ജോർജ് അച്ഛൻ, സ്നേഹമുള്ള ശമാശനാർ വൈദിക വിദ്യാർത്ഥികൾ, ഇവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. സഭയുടെ അൽമായ ട്രസ്റ്റി, അസോസിയേഷൻ സെക്രട്ടറി എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ ശുശ്രൂഷയിൽ ആദ്യയോടൊപ്പം പങ്കെടുത്ത ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അധ്യക്ഷൻ, സഭാംഗം കൂടിയായിരിക്കുന്ന ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, അദ്ദേഹത്തോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ വിവിധ ദേറാകളിൽ നിന്നും മഠങ്ങളിൽ നിന്നുമായി അനേക സന്യസ്തര് പരിശുദ്ധ വലിയ ബാബാതിരുമേനിയുടെ സ്വന്തം ദേറായ ഓൺതാബോ ദേറ സന്യാസിനി സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും മറ്റ് സന്യാസ ആശ്രമങ്ങളിലെ വ്യക്തിത്വങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. കൂടാതെ ഈ ശുശ്രൂഷയ്ക്ക് വളരെ ഷോർട്ട് നോട്ടീസിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി വന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള ഭക്തിയും സ്നേഹവും അറിയിക്കുകയാണ്. കൂടാതെ ഏകദേശം 40 വർഷങ്ങൾ പരിശുദ്ധ വലിയ ബാബായുടെ മനസ്സുകൊണ്ട് ശുശ്രൂഷിച്ച് വളർത്തിയെടുത്ത മലബാർ ഭദ്രാസനത്തിലെ അഭിവന്യ തെഫിലോസ് തിരുമേനി, അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടാതെ ഒട്ടുമിക്ക വൈദികരും അനേക ഇടങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുമുണ്ട്. അവരോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളെല്ലാം നിയന്ത്രിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ നമുക്കെല്ലാം ഏറെ ആദരണീയരായിരിക്കുന്ന വന്ദനായ ഡോക്ടർ ടി ജെ ജോഷുവാച്ചനോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചൊല്ലും. മീഡിയ പ്രവർത്തകരും നല്ലതുപോലെ ഈ കാര്യങ്ങൾക്ക് സഹായഹസ്തം നീട്ടി അവരോടുള്ള സ്നേഹം അറിയിക്കും. ഇനിയുള്ള കാര്യങ്ങളെ പറ്റി കൂടി ഒന്ന് പ്രസ്താവിച്ചുകൊള്ളട്ടെ. ഈ അഭിഷേകം ചെയ്യപ്പെട്ടതായ തൈലം വന്നിരിക്കുന്ന എല്ലാവരും അത് പൂശി നെറ്റിയിൽ പൂശി പോകുവാൻ തക്കവണ്ണം 5 റംബാച്ചന്മാര് മുമ്പോട്ട് വന്ന് അത് 5 പാത്രങ്ങളിലായിട്ട് ഈ പന്തലിന്റെ പല ഭാഗത്തായി നിന്നുകൊണ്ട് ആളുകൾക്ക്, വിശ്വാസികൾക്ക് അത് വാങ്ങി തൈലം പൂശുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. 5 റംബാച്ചന്മാര് അതിനുവേണ്ടി മുമ്പോട്ട് വന്ന് ആ തൈലപാത്രങ്ങൾ വാങ്ങി അത് ക്രമീകരിക്കുക. ഒന്നാമത്. രണ്ടാമത് ഒരു കാര്യം അറിയിക്കുവാനുള്ളത് ഇതിന് ശേഷമുള്ള ലഘുഭക്ഷണത്തെ സംബന്ധിച്ചുള്ളതാണ്. വന്യതിരുമേനിമാർക്ക് സുന്നോദത്തിന്റെ ഡൈനിങ് ഹാളില് മാധ്യമപ്രവർത്തകര് ഒട്ടേറെ പേരുണ്ട്. അവരോടൊക്കെ കിടപ്പാട് പ്രത്യേക തിരുമേനി അറിയിച്ചു കഴിഞ്ഞു. അതിൽ അവർ പത്രസമ്മേളനമുണ്ട്. അത് ബിഷപ്പ് ലോഞ്ചിൽ വെച്ചായിരിക്കും നടത്തുന്നത്. റംബാച്ചന്മാർ, വൈദികർ, ശമാശന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, കന്യാസ്ത്രീകൾ, വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് നമ്മൾ ഇവിടെയുള്ള ഓഡിറ്റോറിയത്തിലാണ് ലഘുഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. വിശ്വാസികളായി വന്നിട്ടുള്ള എല്ലാവർക്കും പന്തലിന്റെ 2 ഭാഗത്തുമായിട്ട് കൗണ്ടറുകളിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അത് വാങ്ങി സന്തോഷത്തോടെ പോകാത്തൊക്കെ വേണ്ടും ക്രമീകരിക്കുവാനും ഓർമ്മപ്പെടുത്തുന്നു. നന്ദി അറിയിച്ച കൂട്ടത്തിൽ പ്രധാനമായിട്ട് 2 പേരുകൾ വിട്ടുപോയി. ആദ്യോടൊപ്പം ഈ ക്രമീകരണങ്ങളെല്ലാം നിർവഹിച്ചത് കാതോലിക്ക അരമനയുടെ മാനേജർ സ്നേഹമുള്ള എം കെ കുര്യൻ അച്ഛനാണ്. അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ അൽമായ ട്രസ്റ്റി ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീ ജേക്കബ് മാത്യു, അവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കും.
ദയവായിട്ട് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. തിരുമേനിയെയും പരിശുദ്ധ ബാബാ തിരുമേനിയെയും അങ്ങനത്തെ ഒത്തിരി കൊണ്ടുപോകത്തൊക്കെ വേണം. അത് തിരുമേനി പന്തലിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി ചമാച്ചന്മാര് മുമ്പോട്ട് വന്ന് തിരുമേനിയുടെ പ്രത്യേകിച്ച് അരമനയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് എല്ലാവർക്കും നിന്ന് വന്യപിതാവിനോട് നമ്മുടെ ആദരവ് നാം കാണിച്ചുകൊണ്ട് വന്യപിതാവിനെ ഇപ്പോൾ അരമനയിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ്. അരുളീനാഥൻ ഏവം ശിഷ്യന്മാരോ രാജയതാ ജാതികളിൽ വഴി പോകരുതേ സമരഭവനേ പോകരുതേ പരീശന്മാർ